നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് പൈനാപ്പിളും ഏത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1/4 കപ്പ് പൈനാപ്പിളും 1/4 കപ്പ് ഏത്തപ്പഴവും കൂടെ വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം. കടച്ചക്കയും ഏത്തപ്പഴവും വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം അത് വേവിക്കാനായിട്ട്. അപ്പോൾ ഈ സമയം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ. ചെറിയൊരു തവി വെച്ച് നമുക്കതെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിയുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് 1/2 സ്പൂൺ ജീരകം, 2-3 ചെറിയ ഉള്ളി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് അരച്ചെടുക്കണം. തേങ്ങ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 സ്പൂൺ കടുകും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. കടുക് ഒരുപാട് നേരം അരയ്ക്കേണ്ട ആവശ്യമില്ല, മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഈ തേങ്ങ അരപ്പും കൂടെ ഈ വെന്ത കഷ്ണങ്ങൾക്കുള്ളിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഈ കൂട്ട് നന്നായിട്ടൊന്ന് ആറിയിട്ട് മാത്രമേ തൈര് ചേർക്കാവുള്ളൂ. 1/4 കപ്പ് തൈരാണ് ആറിയതിന് ശേഷം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കടുകും കറിവേപ്പിലയും മുളകും കൂടെ താളിച്ചിട്ടാൽ മതി. നമ്മുടെ പച്ചടി റെഡിയാകും. കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനായിരിക്കും ഇത്. മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സന്തോഷമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.